ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് ഒരു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ള പരാമർശങ്ങളാണ്. ഇപ്പോൾ ഇത്രയും വ്യക്തത ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ എന്താണ് നിങ്ങൾ നിയമ നടപടി നേരിടാൻ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകണമെന്നൊക്കെ പറയുന്ന വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ പട്ടിക നിങ്ങൾക്ക് പുറത്തുവിട്ടാൽ എന്താണെന്ന് ചോദിക്കാൻ പറയുന്നത്, നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ ഫോട്ടോ ഇങ്ങനെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ പുറത്തു വിടണോ എന്ന് ചോദിക്കുകയാണ്. അത്രയും പരിഹാസ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തടി തപ്പിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൽ ശബ്ദത്തിനൊരു കുറവും വരുത്തിയിട്ടില്ല എന്ന കൗതുകം കൂടിയുണ്ട്. ജനം തിരിച്ചറിയുന്നുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാനാവില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി സത്യപ്രസ്താവന കൊടുക്കുന്നില്ല എന്ന് കരുതുക, എന്താ ചെയ്യാൻ പറ്റുക? അത് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുക. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഇക്കാലത്തിനിടയിൽ കണ്ട രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളോ കൊണ്ടുവന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു വിമർശത്തെ അല്ലെങ്കിൽ ഒരു ആരോപണത്തെ ഈ സാധാരണ ട്രോൾ അടിച്ചിട്ട് നശിപ്പിക്കുകയാണല്ലോ BJPയുടെ അണികൾ ചെയ്യുക. ഇത് നമ്മൾ ആ നിശബ്ദത നമുക്ക് കാണാം. എന്താ പറയേണ്ടതെന്നറിയില്ല. അതായത് ഇതിനൊരു മറുപടി ഇപ്പം സെഫോളജിസ്റ്റ് രാജിവെച്ചു, ഒരു വിഷയം അവർക്ക് കിട്ടി. അത് പക്ഷേ മഹാരാഷ്ട്രയിലെ കാര്യമാണ്. കർണാടകയിൽ ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം അവർക്ക് പറയാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാൻ പറ്റുന്നില്ല. മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വർത്തമാനം പറയാൻ പറ്റാതെ, കളിയാക്കാൻ പോലും പറ്റാതെ BJPയും മറ്റും നിൽക്കുന്നത്, നിസ്സഹായരായിട്ട് നിൽക്കുന്നത് കുറേ കാലത്തിന് ശേഷം ആദ്യമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഉള്ളതും ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ബോംബ് ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ഇവരുടെ ഈ ട്രോൾ മെഷീനുകളൊക്കെ ആകപ്പാടെ നിശബ്ദമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ നമ്മൾ കണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ആകപ്പാടെ ദരിദ്രമായിട്ടുള്ള മറുപടികൾ മാത്രമായിട്ട് ആകപ്പാടെ പരിഹാസ്യമായിട്ടും ദുർബലമായിട്ടും നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ കളി തുടങ്ങും മുമ്പേ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്ന മട്ടാണ് എല്ലായിടത്തും കാണാനുള്ളത്. ഇതുകൊണ്ട് ആകപ്പാടെ തന്നെ BJP ആകെ ബേജാറായി പോകും എന്നൊന്നുമല്ല ഈ പറയുന്നത്. മറ്റു വിഷയങ്ങൾ ഇതിനിടയിലേക്കൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി വളരുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് ഉദിക്കും എന്ന വലിയ ഒരു പ്രതീക്ഷ കോൺഗ്രസ്സിന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പൊരുതിക്കൊണ്ടു പോകുന്ന ഒരേ പേസിൽ കൺസിസ്റ്റൻ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നേതാവിനെ നമ്മൾ കാണുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏറ്റവും ബേസിക്കായുള്ള സംഗതികളിലാണ് ഇത് തുടങ്ങുന്നത്. ഈ വോട്ട് എന്ന സംഗതിയിലാണ് തുടങ്ങുന്നത്. വോട്ട് എന്നത് വെറും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള സംഗതി മാത്രമല്ല. ബീഹാറിലും മറ്റുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അത് അവരുടെ വെൽബീയിങ്ങിൻ്റെ, അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും കിട്ടുന്നതിൻ്റെ ഒരു കാര്യമാണ്. പൗരത്വം എന്നതുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ നാടുകളിൽ വോട്ടർ എന്ന നില എന്നതുകൊണ്ട് ഇത് അവരുടെ ഏറ്റവും കോറായിട്ടുള്ള ഇടത്തേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ചെന്ന് തൊടുന്ന ഒരു സംഗതിയുമായിട്ടാണ്, യാത്രയുമായിട്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നതെന്നാണ് നമ്മൾ കാണുന്നത്.